ഓക്കെ, അപ്പൊ നമ്മൾ ഓറിയന്റേഷൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. എസിൽ വരുന്ന നമ്പർ ഓഫ് ഓർബിറ്റൽസ് വരുന്നത് 1. പിയിലെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്ര വരും? 1 and 3, ടോട്ടൽ 4. ആൻഡ് ഡി സബ്ഷെല്ലില് 1, 3, 5, ടോട്ടൽ 9. ആൻഡ് ഇവിടെ വരുന്ന 1, 3, 5, 7 നമുക്ക് എത്ര ഓർബിറ്റൽസ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് വരും? 16 നമ്പർ ഓഫ് ഓർബിറ്റൽസ് വരും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുക ഇക്വേഷൻ എങ്ങനെയാണ്? ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. എസിൽ വരിക 2l plus 1. ഓക്കെ, എസിലാണെങ്കിൽ 0 ആണ്. സോ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? 2 into 0 plus 1 equal to 1. ഇത് എസ് ഓർബിറ്റൽസിന്റെ ആണ്. പി ഓർബിറ്റൽസ് ആണെങ്കിൽ 2l plus 1 ഇക്വേഷൻ 2 into 1 plus 1, 2 plus 1 is equal to 3. ഡി ഓർബിറ്റൽസ് ആണെങ്കിൽ 2l plus 1 equal to 2 into 2 plus 1 equal to 4 plus 1 is equal to 5. Okay. And f orbitals 2l plus 1 equal to 2 into 3 plus 1 equal to 6 plus 1 is equal to 7. ഈ ഒരു രീതിക്കാണ് നമ്മൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കുക. ആൻഡ് കെ എൽ എം എൻ ഷെല്ലിൽ വരുന്ന സബ്ഷെൽസ് വെച്ചിട്ട് നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഇപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ഇനി ഓരോ എസ് ആൻഡ് പി ഡി എഫ് സബ്സ്റ്റൻസിലെ മാക്സിമം എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ പഠിച്ചതാണ് കെ ഷെല്ലിൽ മാക്സിമം വരുന്ന ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ കെ ഷെൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 2. എൽ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ 8. കെ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഷെല്ലാണ്. എൽ സെക്കൻഡ് ഷെല്ല്. തേർഡ് ഷെല്ലായ എമ്മില് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ 18. ആൻഡ് ഫോർത്ത് ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 32. അല്ലെ? ഇപ്പൊ ഫസ്റ്റ് ഷെല്ലില് എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. എൽ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഏതൊക്കെ വരും? 0 and 1, 0, 1 and 2. ഹിയർ 0, 1, 2 and 3 വരും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 0 വരുന്നത് ഏത് ഓർബിറ്റലാണ്? എസ്. 0, 1 വരുന്നത് എസ് ആൻഡ് പി, എസ് പി ഡി. ആൻഡ് ഇവിടെ വരുന്നത് എസ് പി ഡി എഫ് അല്ലെ? നമ്പർ ഓഫ് ഓർബിറ്റൽസ് എസിൽ എത്രയാ വരിക? 1. നമ്പർ ഓഫ് ഓർബിറ്റൽസ് എസിൽ 1. ഇവിടെ 2, 3 വരും. 1, 3, 5, 1, 3, 5, 7 അല്ലെ? ഇത്രയും നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മള് ഇവിടെ വരുന്ന നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 1ഉം നമുക്ക് ഇവിടെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻറ്റു 2. 1 into 2 വരുമ്പോൾ ഈക്വൽ ടു എത്ര വരും? 2. അപ്പൊ എസ് ഓർബിറ്റലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് വരിക 1ഉം 3ഉം വരുന്നുണ്ട്. ഓക്കെ, ഓരോ ഓർബിറ്റലിനെ നമ്മൾ എത്ര വെച്ച് അക്കോമഡേറ്റ് ചെയ്യണം? 2 ഇലക്ട്രോൺസ് നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 2 is equal to 6. ഓക്കെ, എസിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. എസിൽ വരിക 1 into 2 is equal to 2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി പിയിലതാണ്. പി എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ് അല്ലെ? പി is equal to 3 ഓർബിറ്റൽസ് ആണ് വരിക. അതിന്റെ 2 കൊടുക്കുമ്പോൾ പിയിലെ മാക്സിമം വരുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6. അപ്പൊ നമ്മുടെ പിയിൽ എത്ര മാക്സിമം ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 6 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും. ആൻഡ് 5 ഓർബിറ്റൽസ് ഉള്ള ഡിയില് 5 into 2 കൊടുത്താൽ മതിയാം. 5 into 2 is equal to 10. അപ്പൊ ഡിയിലെ മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊടുക്കാൻ പറ്റും? 10 ഇലക്ട്രോൺസ് കൊടുക്കാൻ പറ്റും. ആൻഡ് എഫ് ഓർബിറ്റൽ എന്ന് പറയുന്നത് 7 ആണ്. 7 into 2 is equal to 14. സോ എഫ് ഓർബിറ്റലിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 14 ആണ്. ഫൈനലി നമ്മുടെ കെ എൽ എം ആൻഡ് എന്നില് കെ ഷെല്ലിലെ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിലെ 8 ഇലക്ട്രോൺസ്, എം ഷെല്ലിൽ 18 ആൻഡ് എൻ ഷെല്ലിൽ 32 എന്ന് പറയുന്നത് പോലെ നമ്മുടെ എസ് സബ്ഷെല്ലിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2, പിയിൽ കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 6, ഡിയിൽ കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 10 ആൻഡ് എഫിൽ കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 14. അതായത് 2, 6, 10, 14 ഇങ്ങനെ ഓർത്തിരിക്കുമല്ലോ. 2, 6, 10, 14. ഓക്കെ, 2, 6, 10, 14 ഇത്രയും ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്.